നിങ്ങള് എന്റെ പുറകിൽ കാണുന്ന ഒരു പ്രസ് റിലീസ്, ആ പ്രസ് റിലീസ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ ഒരു പ്രസ് റിലീസാണ്. ഈ പ്രസ് റിലീസ് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ പ്രസ് റിലീസിൽ ED പൊതുസമൂഹത്തോട് പറയുന്നത്. വളരെ ഭയാനകരമായ, അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റമടക്കം ഈ പ്രസ് റിലീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. അതും വെറുതെ പറയുന്നതല്ല, വളരെ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ED പറയുന്നു, തെളിവുകൾ നിരത്തിയിട്ട് പറയുന്നു. എന്തൊക്കെയാണ് പ്രസ് റിലീസിൽ പറയുന്ന കാര്യങ്ങള്? ഈ പ്രസ് റിലീസ് അതായത് 19-ാം തീയതി ഇന്നലെയാണ് ED പുറത്തേക്ക് വിടുന്നത്. ഈ പ്രസ് റിലീസ് പറയുന്നത് EDക്ക് 27/5/2026 അതായത് 3 ഒരേ സമയം റെയ്ഡ് നടന്നു. അതിലൊന്ന് പിണറായി വിജയന്റെ ധർമ്മടത്തെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ നിന്ന് ED ഒരു ഡയറി കണ്ടെത്തി. ആ ഡയറിയില് കയ്യെഴുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ചില കുറിപ്പുകൾ കണ്ടെത്തി. ആരുടെ കയ്യെഴുത്താണത്? അത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കയ്യെഴുത്താണ്. ആ ഡയറിയില് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില പേരുകളുണ്ട്. ആ പേരുകളാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ പറയുന്ന ED 8 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടന്ന വീടുകൾ എന്ന് പറയുന്നത് ഈ ഡയറിയിൽ പേരുള്ള ആളുകളുടെ വീടുകളിലാണ് ED റെയ്ഡ് നടത്തിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഡയറിയിൽ ചില എമൗണ്ടുകൾ എഴുതി കുറിച്ചിട്ടുണ്ട്. ആ എഴുതി കുറിച്ച എമൗണ്ടുകൾ പലതും നമ്മുടെ ഇന്ത്യക്കകത്ത് കൈമാറ്റം ചെയ്തതാണ്. അതിൽ ചിലത് ഇന്റർനാഷണൽ കൈമാറ്റം നടത്തിയതാണ്. അപ്പൊ ഇന്റർനാഷണൽ കൈമാറ്റം നടത്തിയത് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻസ് ആയിരിക്കണം, അല്ലേ? ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. പക്ഷേ ഈ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആകുമ്പോ ക്യാഷ് ഇൻ ഹാൻഡ് നടക്കില്ലല്ലോ, അത് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആയിരിക്കണമല്ലോ. അപ്പോ എന്നാൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആണോ? അല്ല. പിന്നെ എന്താണ്? പിന്നെ ഈ പണം എങ്ങനെയാണ് കൈമാറ്റം ചെയ്തത്? ഒരു പെട്ടിയിലാക്കിയിട്ട് വീണ വിജയൻ പെട്ടിയും തൂക്കി വിമാനം കയറി ദുബൈയിൽ ചെന്ന് അവിടെ കൈമാറ്റം ചെയ്തതാണോ? അതുമല്ല. അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. കാരണം ഇന്ത്യൻ കറൻസി ദുബൈയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരവും ഇല്ല. അപ്പോ ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് ഹവാല മണി ഇടപാടിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പണം കൊടുത്താൽ അങ്ങ് വിദേശത്ത്, കേരളത്തിൽ ഇന്ത്യൻ മണി ഒരാളുടെ കയ്യിൽ കൊടുത്താൽ അതിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് അങ്ങ് ദുബൈയിൽ അല്ലെങ്കിൽ എവിടെയാണോ അവർ പറയുന്നത് അവിടെ ആ പണമായിട്ട് അവിടെ കൊടുക്കും. ഹവാല ഇടപാട്, കള്ളപ്പണം ഇടപാട്, അതാണ് നടന്നിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു ഇന്ത്യൻ മണി 85 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് ആ രീതിയിൽ നടന്നിരിക്കുന്നത് എന്ന് വീണയുടെ ഡയറിയിൽ വീണ തന്നെ കുറിച്ചു വച്ചിരിക്കുന്നു. പിന്നെ മറ്റൊന്ന് ഒരു സിം കാർഡാണ്. ഈ സിം കാർഡ് എടുത്തിരിക്കുന്നത് വീണയുടെ പേരിലല്ല, പിണറായി വിജയന്റെ പേരിലല്ല, കമലയുടെ പേരിലല്ല, മുഹമ്മദ് റിയാസിന്റെ പേരിലല്ല, ഒന്നുമല്ല. ഒരു തേർഡ് പേഴ്സൺ ഔട്ട് ഓഫ് ദ ഫാമിലി, പുറത്തു നിന്നുള്ള ഒരാളുടെ പേരിൽ ഒരു സിം കാർഡ് എടുത്തിട്ട് ആ സിം കാർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈഫൈ റൗട്ടർ, അങ്ങനെ ഉണ്ടല്ലോ, സിം കാർഡ് ഇട്ട് ഉപയോഗിക്കുന്ന വൈഫൈ റൗട്ടർ കണ്ടിട്ടില്ലേ? ആ സാധനവും ഉപയോഗിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഡിജിറ്റൽ ഇതെന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് വൈഫൈ കോളിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീണയുടെ പേരിൽ അല്ലാതെ എടുത്തിരിക്കുന്ന സിം ഉപയോഗിച്ച് ആ സിം ഉപയോഗിച്ച് വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ആ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ഈ നെറ്റ് കോളിംഗ്, വൈഫൈ കോളിംഗ് വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഈ പണമിടപാടിന് ഈ പറയുന്ന ഹവാല മണി ഇടപാടാണ് നടത്തിയിരിക്കുന്നത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, വീണയുടെ ഈ ഡയറിയിൽ നിന്ന് വീണയുടെ വരവിന് അപ്പുറത്തുള്ള ട്രാൻസാക്ഷനുള്ള ഡീറ്റെയിലുകളും കണ്ടെത്തിയിട്ടുണ്ട്, തെളിവുകൾ. എന്ന് പറഞ്ഞാൽ വീണ വിജയൻ ഇപ്പോ എല്ലാ വർഷവും എന്താക്കുന്നുണ്ട്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അവരുടെ ഒരു വരുമാനം എത്രയാണ്, അതിന്റെ സോഴ്സ് എന്താണ്, സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്താണ് എന്നൊക്കെയുള്ളത് ഈ ITR അവര് വിശദമായിട്ട് രേഖപ്പെടുത്തും അല്ലെ. മാത്രവുമല്ല ഇവിടെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ നോമിനേഷൻ പേപ്പറാണ്, നാമനിർദ്ദേശ പത്രിക അല്ലെ. ആ നാമനിർദ്ദേശ പത്രികയില് ഈ പറയുന്ന ഭാര്യ എന്നുള്ള രീതിയിൽ വീണ വിജയന്റെ ഉള്ള സമ്പാദ്യങ്ങള്, സ്വത്തുക്കള്, വരുമാന മാർഗങ്ങള് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് രീതിയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സോഴ്സ് ഓഫ് ഇൻകം, ആ രീതിയിലുള്ള ഇൻകം അല്ലാതെ അതിനപ്പുറത്തുള്ള വരുമാനത്തിന്റെയും പണമിടപാടിന്റെയും ഒക്കെ രേഖകൾ ഈ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പ്രസ് റിലീസിൽ പിന്നെ ബാക്കി പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് വരുന്നത് കഴിഞ്ഞ ഈ പറയുന്ന റെയ്ഡ് നടത്തിയത്, അതുപോലെ CMRL ബന്ധപ്പെട്ട ഇടപാടുകള്, അതിനെ SFIOയുമായി ബന്ധപ്പെട്ട ഇടപാടുകള്, അതിലേക്ക് ED വന്നത്, അന്വേഷണം തുടങ്ങിയത്, അങ്ങനെ CMRL നടത്തിയിരിക്കുന്ന എന്താ പറയേണ്ടത് വലിയ ഒരു കള്ളപ്പണം ഇടപാടിന്റെ എന്താ പറയേണ്ടത് ട്രാൻസാക്ഷനുകൾ, അതിന്റെ തെളിവുകൾ, അതിന്റെ ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകൾ, അങ്ങനെ വേണ്ട മറ്റുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പേരുകളോ അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്ത് നടത്തിയിരിക്കുന്ന ഇടപാടോ അല്ല. 85 ലക്ഷം ഇന്ത്യൻ രൂപ, അതായത് ഒരു 4 ലക്ഷം രൂപയോളം വരുന്ന UAEയുടെ കറൻസി ആയിട്ട് വരുമ്പോൾ ഒരു 4 ലക്ഷം UAE ദിർഹം ആയിട്ട് വരുന്ന ആ ഒരു പണം, അത് കൈമാറിയിരിക്കുന്നത് ഹവാല മണി ഇടപാടിലൂടെയാണ് എന്നുള്ളതാണ്. കള്ളപ്പണം ഇടപാടിലൂടെയാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. മാത്രവുമല്ല ഈ വൈഫൈ റൂട്ടറും ഈ വ്യാജ സിം കാർഡും ഉപയോഗിച്ച്, വ്യാജ സിം കാർഡ് എന്ന് പറഞ്ഞാൽ വ്യാജം എന്ന് തന്നെ പറയാൻ പറ്റൂല, പക്ഷെ ഒരു മറ്റൊരാളുടെ പേരില, വീണയുടെ പേരിലല്ല, വേറെ ഒരാളുടെ പേരിൽ എടുത്തിരിക്കുന്ന സിം കാർഡ് ഉപയോഗിച്ച് വൈഫൈ റൂട്ടറിലിട്ട് അതുവഴി ഉണ്ടാക്കിയ നെറ്റ്വർക്കിലൂടെ നെറ്റ് കോളിങ്ങുകൾ നടത്തി, അതിലൂടെ നടത്തിയിരിക്കുന്ന ചില സംഭാഷണങ്ങള്, ചില സന്ദേശങ്ങള്, അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഈ പറയുന്ന ഡയറിയിൽ നിന്ന് തെളിവുകളായിട്ട് EDക്ക് ലഭിച്ചിരിക്കുന്നു. കാര്യം അതിഗുരുതരമാകുകയാ. കാരണം ഈ എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആയിട്ട് വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL നൽകിയ പണം പോലും അത് പിണറായി വിജയന്റെ ഒരു അതിബുദ്ധിയായിരുന്നു. എന്താണ് അതിബുദ്ധി? ആ അതിബുദ്ധി തങ്ങളുടെ കൈകളിലുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചില എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷനുകൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ വീണയുടെ വരുമാനത്തിൽ അധികമുള്ള പണമിടപാടുകൾ നടന്നു എന്നുള്ളത് ED പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കാരണം അവിടെ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോ വലിയ രീതിയിലുള്ള കൊള്ള നടന്നിട്ടുണ്ട്. കൊള്ള എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയത് മാത്രമല്ല, പല രീതിയിൽ പല പ്രൊജക്ടുകളായിട്ട് പല രീതിയിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകളിൽ കോഴയായിട്ട് കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന പിണറായി വിജയന്റെ കുടുംബം, വീണ, കമല, മുഹമ്മദ് റിയാസ് തുടങ്ങിയ ഏരിയകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിലേക്ക് വിവേക് കിരൺ കൂടി വരികയാ. അതെങ്ങനെയാ വരുന്നത്? ഈ ദുബൈയിലേക്ക് പണം ട്രാൻസാക്ഷൻ നടത്തി, ഏത് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ അല്ല, ഹവാല മണി ഇടപാടുകളിലൂടെ ദുബൈയിലേക്ക് പണം കടത്തി എന്നുള്ളത് അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൂടി. കാരണം വിവേക് കിരൺ ഉള്ളത് ദുബൈയിലാണ് സെറ്റിൽഡ്, ദുബൈയിലാണ് ബിസിനസ്, ദുബൈയിലാണ് കാര്യങ്ങള്. അപ്പോ ഈ ട്രാൻസാക്ഷൻ അതിന്റെ ഭാഗമായിട്ടാണോ അങ്ങോട്ട് പണം പോയിരിക്കുന്നത് എന്നുള്ളത് കൂടി. എന്ന് പറഞ്ഞാൽ ഇപ്പോ എവിടെ നിന്ന് തുടങ്ങി? വീണയുടെ മാസപ്പടിയിൽ നിന്ന് തുടങ്ങി. മാസപ്പടി പതുക്കെ പിണറായി വിജയനിലേക്ക് എത്തി. ശശീന്ദ്രൻ കർത്ത പറഞ്ഞു, ഇത് എനിക്ക് വീണയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ബന്ധമുള്ളത് പിണറായി വിജയനുമായിട്ടാണ്, അതിന്റെ പേരിലാണ് ആ പണം ഇട്ടത് എന്ന് ശശീന്ദ്രൻ കർത്ത പറയുന്നു. അത് കറങ്ങി തിരിഞ്ഞ് വീണ തന്നെ എഴുതി വെച്ച പേരുകൾ വെച്ച് നോക്കി അത് മുഹമ്മദ് റിയാസിലേക്ക് എത്തുന്നു. വീണ തന്നെ എഴുതി വെച്ച ഈ ഹവാല മണി ഇടപാട് അതിലൂടെ അത് വിവേക് കിരണിലേക്കും എത്തുന്നു. ഇനിയിപ്പോ ഈ കേസിൽ
ഈ കേസിൽ ഇഡിയുടെ ഈ കേസിൽ ഇനി കണക്റ്റ് ആവാൻ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് കമലയാണ്. അതായത് കമലയിടത്തി മാത്രമാണ് ഇതിലേക്ക് ഇനി കണക്റ്റ് ആവാൻ ബാക്കിയുള്ളത്. അതും കണക്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കമലയിടത്തിയാണല്ലോ പെൻഷൻ കാശ് എടുത്തിട്ട് ബാംഗ്ലൂരിൽ പോയി കമ്പനി തുടങ്ങ് എന്ന് പറഞ്ഞു വിട്ടത് കമലയിടത്തിയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരും ദിവസങ്ങളിൽ കമലയിടത്തിയും ഇതിൻ്റെ ഭാഗമാകും. പിന്നെ ആരാണ് ഇനിയിപ്പോൾ ബാക്കിയുണ്ടാവുക? ഈ പറയുന്ന പിണറായി വിജയൻ കണക്റ്റായി, വീണ, മുഹമ്മദ് റിയാസ്, വിവേക് കിരൺ ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഈ പറയുന്ന ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. ഇനി കമലയിടത്തി ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കമലയിടത്തിക്ക് പിന്നാലെ അവർ കൂടി എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇടപാട് ചില്ലറയല്ല നടന്നിരിക്കുന്നത്. ഇടപാട് മാത്രമല്ല, നമ്മൾ ഈ കണ്ട എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ മാത്രമല്ല, CMRL വീണയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട മാസപ്പടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കള്ളപ്പണം ഇടപാടും ഇതിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം പല രീതിയിൽ പല പ്രൊജക്റ്റുകൾ, പല സംരംഭങ്ങൾ, പല സർക്കാർ പ്രൊജക്റ്റുകൾ ഒക്കെയായിട്ട് കോടാനുകോടി രൂപയുടെ കോഴ പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നും വേണ്ട.